നമസ്കാരം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ആരുടെ താൽപര്യം സംരക്ഷിക്കാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷമാണ് പ്രധാന ശത്രുവെന്ന സന്ദേശമാണ് ഇതിലൂടെ കോൺഗ്രസ് നൽകുന്നത്. യഥാർത്ഥത്തിൽ ബിജെപിയെ നേരിടാനല്ല കോൺഗ്രസ് നീക്കം. അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിലെ കുത്തക മുതലാളിമാർക്ക് പ്രധാന ശത്രുവാണ്. ഇടതുപക്ഷം കോർപ്പറേറ്റുകൾക്ക് പ്രധാന ശത്രുവാണ്. കാരണം ഇവരെല്ലാം ആഗ്രഹിക്കുന്ന പോലെ വളർന്നു കൊടുക്കാൻ തയ്യാറുള്ള ഒന്നല്ല ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തെ നേരിടാൻ, ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ ഇവിടെ രാഹുൽ ഗാന്ധി വന്നു എന്ന് പറയുന്നത് ആരുടെ താല്പര്യം എന്നത് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ രാഹുലിനെ പരിഹസിച്ച് മോദി. ഹിന്ദു സ്വാധീന മേഖലയിൽ നിന്ന് രാഹുൽ ഒളിച്ചോടിയെന്നും രാഹുലിന് ഹിന്ദുക്കളെ പേടിയാണെന്നും മോദി. ഹിന്ദുക്കളെ കോൺഗ്രസ് ഭീകരരായാണ് കാണുന്നതെന്നും മോദിയുടെ ആരോപണം. വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് സെർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഏതു തരത്തിലായിരുന്നു വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയുള്ള മോദിയുടെ പരിഹാസം? ഒപ്പം അമേഠിയിൽ ബിജെപി സ്ഥാനാർത്ഥി തന്നെ ജയിക്കുമെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണോ മോദി? തീർച്ചയായും കൃഷ്ണ, കാരണം വലിയ രീതിയിലുള്ള വിമർശനമാണ് BJP ഉയർത്തിക്കൊണ്ടുവരുന്നത്. BJP ഇതുവരെ പറഞ്ഞിരുന്നത് അമേഠിയിൽ നിന്ന് ഒളിച്ചോടി. ഇപ്പോഴാകട്ടെ മതന്യൂനപക്ഷങ്ങളുടെ ഭിന്നിപ്പാണ് ഈ വയനാട് സ്ഥാനാർത്ഥിത്വത്തിന് കാരണം എന്ന രീതിയിലേക്ക് വിമർശനം നീട്ടുന്നു. ഇപ്പൊ മഹാരാഷ്ട്രയിലെ വദ്രയിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഹിന്ദു മേഖലയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടുകയാണ് എന്ന് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇതുവരെ പറഞ്ഞത് അമേഠിയിലെ പരാജയം ഭയന്നു എന്നാണ്. ഇപ്പോഴാകട്ടെ വടക്കേന്ത്യയിൽ വലിയ ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് നരേന്ദ്രമോദി തന്നെ നേരിട്ട് നടത്തിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിരിച്ചടിയാകുമെന്ന ഭയം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണമായി BJP ഇത് ഉയർത്തിയാൽ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടാകും എന്നാണ് നേതാക്കൾ പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രചരണം BJP ഉണ്ടാക്കും എന്ന് തന്നെ നേതാക്കൾ പ്രതീക്ഷിച്ചിരുന്നു. ഈ കോൺഗ്രസിനുള്ളിലും രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിനുള്ളിൽ എതിർപ്പുണ്ട്. രാഹുൽ ഗാന്ധിയിൽ ഏറെ സ്വാധീനമുള്ള കേരള നേതാക്കളായ AK ആന്റണിയും KC വേണുഗോപാലും സങ്കുചിത രാഷ്ട്രീയം കളിച്ചു എന്ന വിമർശനമാണ് ഒരു വിഭാഗം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അഹമ്മദ് പട്ടേലിനെ പോലുള്ളവർ മത്സരിക്കരുതെന്ന അഭിപ്രായം രാഹുലിനോട് പറഞ്ഞിരുന്നു എന്നും പറയുന്നു. എന്തായാലും കോൺഗ്രസിനുള്ളിലെ വിമർശനം പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ ആം ആദ്മി വിമർശനമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഹിന്ദു മേഖലയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടി എന്ന വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതിരോധിക്കാൻ കോൺഗ്രസിന് ഇത് ഏറെ ബുദ്ധിമുട്ടാകും. കൃഷ്ണ, വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്നും സന്തോഷ് സെർലിംഗ് ആണ്. PC ചാക്കോയ്ക്കെതിരെ ഒളിയമ്പുമായി മുല്ലപ്പള്ളി. അപ്രിയ സത്യങ്ങൾ പറഞ്ഞാൽ ചില കോൺഗ്രസ് നേതാക്കൾക്ക് വേദനിക്കുമെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. പ്രസിഡന്റ് തുറന്നു പറയുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും ഏതെങ്കിലും തരത്തിൽ സങ്കടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ അപ്രിയ സത്യങ്ങളായിരിക്കും. സത്യങ്ങൾ ചിലപ്പോൾ പറയാൻ നിർബന്ധിതമാകുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. ആ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ എല്ലാ നാടകങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞിരിക്കും. വ്യക്തമാകാനായിട്ടില്ല. സന്ദർഭം വരുമ്പോൾ ഞാൻ വ്യക്തമാക്കും. നിങ്ങൾക്ക് ഓരോ ദിവസവും സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാതെ തന്നെ കൂടുതൽ സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് വാസ്തവം. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിച്ച ആരോപണത്തെ പിന്തുണയ്ക്കാതെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില അപ്രിയ സത്യങ്ങളുണ്ടെന്നും അത് തുറന്നു പറഞ്ഞാൽ പാർട്ടിയിൽ പലരെയും വേദനിപ്പിക്കുമെന്ന മുല്ലപ്പള്ളിയുടെ ആരോപണത്തെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ അതേക്കുറിച്ച് മുല്ലപ്പള്ളിയോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. കേന്ദ്രത്തിൽ മതനിരപേക്ഷ സർക്കാർ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന്റെ പിന്തുണ വേണ്ടിവരില്ലേ എന്ന ചോദ്യത്തിന് അത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യമാണെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. കേരളത്തിൽ ഇടതുപക്ഷവും ദേശീയ തലത്തിൽ BJPയുമാണ് കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. അദ്ദേഹം അടുത്ത ദിവസം വരുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ടാണ് രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ ക്ഷണിച്ചത്. ഒരഭിപ്രായ വ്യത്യാസമാക്കായിരുന്നു. അത് അന്നേരം ആലോചിക്കാവുന്ന നിലപാടാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നിലപാട്. ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയിലെ എല്ലാ മതേതര കക്ഷികളെയും യോജിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും പല സ്ഥലങ്ങളിലും അത്ര യോജിപ്പുകൾ ഉണ്ടാകാതിരിക്കുന്നുണ്ട്, UP പോലുള്ള സംസ്ഥാനങ്ങളിൽ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? RSSന്റെയും BJPയുടെയും അജണ്ട നടപ്പാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കോൺഗ്രസ് എന്നും മതേതര ശക്തികളെ ശക്തിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേരളത്തിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയാണ്.
ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ എതിരാളി UDF-ഉമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് എന്ത് സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിനുള്ള മറുപടി വയനാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകുമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. മാവേലിക്കര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ ചിറ്റയം ഗോപകുമാറിന്റെ മാന്നാറിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. These elections are not ordinary elections, but these elections are one of the most important elections in independent India, because the outcome will determine whether India as a secular democratic republic based on the Indian constitution will survive or no. We want to save India today in order to change India for the better tomorrow through alternative policies that are pro-people. But the first task to do that would be to defeat these forces who are destroying the constitutional order of India in every respect. That is why to defeat the BJP and its allies is the utmost patriotic duty of every single Indian today. That is why I am here to appeal to you from your constituency, whom you elected as an MLA recently, Comrade Gopakumar. I am appealing to you to elect him and send him to the Parliament so that this crucial task can be done in order to save India today so that we can change it for the better tomorrow. A vote for Comrade Gopakumar is not only a vote for Comrade Gopakumar or to the LDF. A vote for Comrade Gopakumar means a vote for strengthening and safeguarding the secular democratic Republic of India as the Constitution defines. So it's a vote for India, it's a vote for yourselves, it's a vote for me, it's a vote for all the people of our country, and that is what is the main appeal I've come to make to all of you here today. പടക്കളത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പടനായകനാണ് രാഹുൽ ഗാന്ധി. ദേശീയതലത്തിൽ മതനിരപേക്ഷ കൂട്ടായ്മയെ കോൺഗ്രസ് തകർക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്ന മതനിരപേക്ഷ സർക്കാരിൽ ജൂനിയർ പങ്കാളിത്തം മാത്രമായിരിക്കും കോൺഗ്രസിനുണ്ടായിരിക്കുകയെന്നും S. രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. പടക്കളത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നു. ഇവിടെ ഇത് കാണിക്കുന്നത് ഇവിടെ BJPയെ സഹായിക്കുന്ന സമീപനാണ് ഈ കോൺഗ്രസ് ഉടനീളം സ്വീകരിച്ചിരിക്കുന്നത്. BJPക്കെതിരായ ഒരു ഉറച്ച നിലപാട് വടക്കേ ഇന്ത്യയിൽ എടുക്കാൻ ഈ കോൺഗ്രസിനാവുന്നില്ലേ? ഇവിടെ ഇപ്പോ വയനാട് നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 8% വോട്ട് മാത്രമാണ് BJPക്കുള്ളത്. ലെഫ്റ്റിനെ എതിർക്കാനാണ്. അന്നേരം മധ്യപ്രദേശത്തിൽ, ഛത്തീസ്ഗഡിൽ, രാജസ്ഥാനിൽ, ഉത്തർപ്രദേശത്തിൽ, പടിഞ്ഞാറൻ ബംഗാളിൽ, മറ്റു സംസ്ഥാനങ്ങളിൽ വളർന്ന് ശക്തിപ്പെട്ടു വരുന്ന മതനിരപേക്ഷ ഐക്യത്തെ പൊളിച്ച് BJPയെ സഹായിക്കുന്ന സമീപനാണ് കോൺഗ്രസിൻ്റെത്. ഇന്നിപ്പോ കോൺഗ്രസ് വലിയ തകർച്ചയെ നേരിടുകയാണ്. അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. കാർഷിക വായ്പകളുടെ മൊറട്ടോറിയം ദീർഘിപ്പിച്ച മന്ത്രിസഭാ തീരുമാനത്തിന് അനുകൂല ശുപാർശ നൽകിയെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. തീരുമാനം ഉടൻ വന്നേക്കുമെന്നും അനുകൂല ശുപാർശ നൽകിയത് മാനുഷിക പരിഗണന കണക്കിലെടുത്തുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഞങ്ങൾ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ശുപാർശ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇതിന് ഫൈനൽ തീരുമാനം അറിയിക്കും. തീരുമാനം വരും. അനുകൂലമായിട്ടാണ് ഗവൺമെന്റിന്റെ വിശദീകരണം കിട്ടിയതിന് ശേഷം എല്ലാ വശങ്ങളും നോക്കിയിട്ട് അതിലെ ഒരു അർജൻസിയും ഉണ്ട്. പിന്നെ ഈ കർഷകരുടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഇത് ശുപാർശ ചെയ്തിട്ടുണ്ട്. അത് ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം വരും എന്നാണ് എനിക്ക് ശുഭാപ്തി വിശ്വാസം. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ച് ചികിത്സയിൽ കഴിയുന്ന 7 വയസ്സുകാരനെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. കുട്ടിയുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി ചർച്ചയും നടത്തി. മരുന്നുകളോട് കുട്ടി പ്രതികരിക്കുന്നില്ലെന്നും കുട്ടിയുടെ ആരോഗ്യനില മോശമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 10 മണിയോടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ മുഖ്യമന്ത്രി അരമണിക്കൂറിലധികം ആശുപത്രിയിൽ ചിലവഴിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം കുട്ടിയെ സന്ദർശിച്ച ഡോക്ടർമാർ കുട്ടിയുടെ ആരോഗ്യനിലയെപ്പറ്റി മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകി. എന്നാൽ കുട്ടിയുടെ തലച്ചോറിന്റെ 5% ഭാഗം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതെന്നും കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് കുട്ടിയെ സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി ഉറപ്പു നൽകി. നിർഭാഗ്യകരമായ സാഹചര്യമാണ്
നിലനിൽക്കുന്നത്. കുട്ടിക്ക് സ്വന്തമായി ശ്വാസോച്ഛ്വാസം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ നീങ്ങുന്നത്. വിദഗ്ധ സംഘം പരിശോധന നടത്തി 48 മണിക്കൂർ പിന്നിട്ടിട്ടും 7 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. സ്വന്തമായി ശ്വാസമെടുക്കാനോ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനോ കുട്ടിയുടെ ശരീരത്തിന് സാധിക്കുന്നില്ല. ചെറിയ തോതിൽ തലച്ചോർ പ്രവർത്തിക്കുന്നതിനാലാണ് മസ്തിഷ്ക മരണം ഉറപ്പാക്കാൻ സാധിക്കാത്തതെന്ന് കുട്ടിയെ പരിശോധിച്ച വിദഗ്ധ സംഘം അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രി നിയോഗിച്ച കോട്ടയത്ത് നിന്നുള്ള മെഡിക്കൽ സംഘം ഒരിക്കൽ കൂടി കുട്ടിയെ പരിശോധിക്കും. ഇതിനുശേഷമായിരിക്കും മസ്തിഷ്ക മരണം സംബന്ധിച്ച് സംഘം റിപ്പോർട്ട് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലത്ത് യുവതിയെ പട്ടിണിക്കിട്ട് കൊന്ന സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ കൊലക്കുറ്റം ചുമത്തി. ചികിത്സ നിഷേധിച്ചതിനും വീട്ടുതടങ്കലിട്ടതിനും പ്രത്യേക കേസുമുണ്ട്. വിശദാംശങ്ങൾ രാജ്കുമാർ നൽകും. രാജ്കുമാർ, കൊല്ലത്ത് നടന്നത് തീർച്ചയായും കണ്ണില്ലാത്ത ക്രൂരത തന്നെയായിരുന്നു. യുവതിയെ പട്ടിണിക്കിട്ട് കൊന്ന സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ ഏതെല്ലാം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. 302 അതുപോലെ 306 പിന്നെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ, പീഡനത്തിൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ ചന്തുലാൽ, തുഷാരയുടെ ഭർത്താവ് ചന്തുലാലിനും അമ്മായിയമ്മ ഗീതാലാലിനും എതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഗീതാലാൽ ദുർമന്ത്രവാദിനിയാണെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനെതിരെയും അവർ മറ്റുള്ളവരെ ഈ പറ്റിച്ചു എന്നുള്ള, അതായത് അവരെ വഞ്ചിച്ചു എന്നുള്ള നിലയിലുള്ള പുതിയ കേസ് കൂടി ഉൾപ്പെടുത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച ആൾക്കാർ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. അതേസമയം ഇതിൽ ഈ ഗീതാലാൽ ഇവര് ദുർമന്ത്രവാദം ചെയ്തപ്പോൾ ഇതിനു മുമ്പുണ്ടായ പരാതിയിൽ പ്രാദേശിക BJP നേതൃത്വം ഇടപെട്ടാണ് ഇവരെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. നാട്ടുകാർ തന്നെ ഇത് ആരോപിക്കുകയും നമ്മൾ ആ വാർത്ത പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ചന്തുലാലിനും അമ്മായിമ്മയ്ക്കുമെതിരെയാണ് 302 വകുപ്പ് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് രാജ്കുമാറാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ആരുടെ താൽപര്യം സംരക്ഷിക്കാനെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷമാണ് പ്രധാന ശത്രുവെന്ന സന്ദേശമാണ് ഇതിലൂടെ കോൺഗ്രസ് നൽകുന്നത്. യഥാർത്ഥത്തിൽ BJPയെ നേരിടാനല്ല കോൺഗ്രസ് നീക്കം. അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാന ശത്രുവാണ് ഇടതുപക്ഷം, കോർപ്പറേറ്റുകൾക്ക് പ്രധാന ശത്രുവാണ്. കാരണം ഇവരെല്ലാം ആഗ്രഹിക്കുന്ന പോലെ വളഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ള ഒന്നല്ല ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തെ നേരിടാൻ, ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ ഇവിടെ രാഹുൽ ഗാന്ധി വന്നു എന്ന് പറയുന്നത് ആരുടെ താല്പര്യം എന്നത് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. സംസ്ഥാനത്ത് സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പങ്കുവച്ചവർ പിടിയിലായി. 18 പേർ അറസ്റ്റിലായി. 16 പേർക്കെതിരെ കേസുമെടുത്തു. ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പേരിലാണ് പരിശോധന നടക്കുന്നത്. ഇന്റർപോൾ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് കേരള പോലീസിന്റെ നടപടി. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ നഗ്ന ഫോട്ടോയും വീഡിയോയും പങ്കുവച്ചവരാണ് പിടിയിലാകുന്നത്. സൈബർ ഡോമിന്റെ പ്രവർത്തനം മൂലമാണ് ഇത്തരക്കാർക്ക് കുരുക്ക് വീണത്. ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പേരിൽ ഇതുവരെ നടന്ന പരിശോധനയിൽ 12 പേർ അറസ്റ്റിലായി. 16 പേർക്കെതിരെ കേസെടുത്തു. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ളവരാണ് പിടിയിലായത്. വാട്സ്ആപ്പ്, ടെലിഗ്രാം അക്കൌണ്ടുകൾ വഴിയാണ് ഇവർ കുട്ടികളുടെ ചിത്രങ്ങൾ കൈമാറിയിരുന്നത്. നിലവിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന തുടരുകയാണ്. ഇന്റർപോളിൽ നിന്നും ലഭിച്ച നിർദ്ദേശത്തിനെ തുടർന്നാണ് കേരള പോലീസിന്റെ നടപടി. ADGP മനോജ് എബ്രഹാമാണ് പി ഹണ്ടിന് നേതൃത്വം നൽകുന്നത്. അറസ്റ്റിലായവരുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും പോലീസ് പരിശോധിച്ചു വരികയാണ്. സൈബർ വിദഗ്ധരും പോലീസിന്റെ സഹായത്തിനായുണ്ട്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന 80-ലധികം പേരെയാണ് ഇതുവരെയായി പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം മേനംകുളം സ്വദേശി ജിതിൻ, മൺവിള സ്വദേശി ബിനോയ് എന്നിവരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. പ്രതികളായ ജിതിൻ മറൈൻ എഞ്ചിനീയറും ബിനോയ് ടെക്നോപാർക്കിലെ IT ജീവനക്കാരനുമാണ്. പ്രതികൾക്കെതിരെ IT ആക്ട്, പോസ്കോ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിദേശ രാജ്യങ്ങളുടേതുൾപ്പെടെ 29 ഉപഗ്രഹം ISRO വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 9:30 വിക്ഷേപണം. അമേരിക്കയുടെ 24-ഉം ലിത്വാനിയയുടെ 2-ഉം സ്പെയിൻ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളുടെ ഓരോ ഉപഗ്രഹങ്ങളുമാണ് വിക്ഷേപിച്ചത്. PSLVയുടെ C-45 റോക്കറ്റാണ് ഇന്ത്യയുടെ എമിസാറ്റ് അടക്കമുള്ള ഉപഗ്രഹങ്ങളുമായി കുതിച്ചത്. MP എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. 2004 മുതൽ രാഹുൽ MP ആയ അമേഠി മണ്ഡലം അടിസ്ഥാന സൌകര്യ വികസനത്തിലും മാനവ വിഭവശേഷി വികസനത്തിലും ഏറെ പിന്നിലാണ്. മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്ത MP എന്ന പേരുദോഷവുമായാണ് രാഹുൽ വയനാട്ടിലേക്ക് വണ്ടി കയറുന്നത്.
1967 മുതൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ അമേഠി യാതൊരു വികസനവും തൊട്ടു തീണ്ടാത്ത ഇന്ത്യയിലെ ചുരുക്കം ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്. അമേഠിയുടെ ഈ പേരുദോഷം മാറ്റാൻ ഒന്നും ചെയ്യാൻ 2004 മുതൽ MP ആയിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കാകട്ടെ സാധിച്ചതുമില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഏറ്റവും മോശം MP ആകുന്നുവെന്ന് ലോക്സഭാ സൈറ്റിലെ വിവിധ കണക്കുകളിലൂടെ വ്യക്തമാകും. പാർലമെന്റിൽ ഹാജരാകുക എന്നതാണ് പാർലമെന്റ് അംഗത്തിന്റെ പ്രാഥമിക കടമ. അക്കാര്യത്തിൽ തന്നെ രാഹുൽ പരാജയമായി. 52% മാത്രമാണ് രാഹുലിന്റെ 5 വർഷത്തെ ഹാജർ ശരാശരി. ദേശീയ ശരാശരി 80%ആണെന്നിരിക്കെയാണ് ഈ മോശം പ്രകടനം. ചർച്ചകളിൽ പങ്കെടുത്തത് പരിശോധിച്ചാൽ 14 ചർച്ചകളിൽ പങ്കെടുത്തതിന്റെ മാത്രം കണക്ക് കാണാം. 67 ദേശീയ ശരാശരി എന്നോർക്കണം. ഇതിലും പരമദയനീയമാണ് ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം. വട്ടപൂജ്യം. അതായത് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സഭയിൽ ഒരക്ഷരം ഉരിയാടിയില്ലെന്ന് സാരം. സ്വകാര്യ ബിൽ അവതരിപ്പിച്ച കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല, 0 തന്നെ. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിനിടെ, അതായത് 3650 ദിവസത്തിനിടെ രാഹുൽ മണ്ഡലത്തിൽ പൂർണ്ണമായും ചെലവഴിച്ചത് 106 ദിവസം മാത്രമാണ്. എന്നാൽ 2015 ജൂൺ മുതൽ 2017 ജൂലൈ വരെ വിദേശ പര്യടനം നടത്തിയതാകട്ടെ 121 തവണയും. ഇനി MP ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യം പരിശോധിക്കാം. ഉത്തർപ്രദേശിലെ MPമാരിൽ ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തിൽ 71ാം സ്ഥാനമാണ് രാഹുൽ ഗാന്ധിക്ക്. ഏറ്റവും പോഷകാഹാരക്കുറവ് നേരിടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അമേഠിയെന്നും എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി ജനുവരിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പാർലമെന്റേറിയൻ എന്ന രീതിയിൽ പൂർണ്ണ പരാജയമെന്ന പേരുദോഷവുമായി എത്തുന്ന രാഹുൽ ഗാന്ധിയെ ജനപ്രതിനിധി എന്ന നിലയിൽ വയനാട് വിലയിരുത്തുമെന്നുറപ്പ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ നെറുകയിലെത്തുമ്പോൾ നാഷണൽ ഹെറാൾഡ് കേസ് കോടതിയുടെ പരിഗണനയിലെത്തുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാകും. സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും മുഖ്യപ്രതികളായിരിക്കുന്ന കേസ് രാഷ്ട്രീയ വജ്രായുധമാക്കാനാണ് BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെയും യങ് ഇന്ത്യ കമ്പനിയുടെയും ആദായനികുതി ഫയലുകൾ വീണ്ടും പരിശോധിക്കാനുള്ള ആദായനികുതി വകുപ്പിന്റെ തീരുമാനത്തിനെതിരെയാണ് ഗാന്ധി കുടുംബം അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇവരുടെ അപേക്ഷ പരിഗണിച്ച് നാഷണൽ ഹെറാൾഡ് കേസ് ഏപ്രിൽ 23 മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ആവേശങ്ങൾ കത്തിജ്വലിക്കുന്ന സമയത്ത് ഈ കേസ് കോടതി പരിഗണിക്കുന്നത് കോൺഗ്രസിന് തിരിച്ചു നൽകുമെന്നുറപ്പാണ്. സോണിയാഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കുമെതിരെ സുബ്രഹ്മണ്യസ്വാമി ദില്ലി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ വിധേയരും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ് 2010 5 ലക്ഷം രൂപ മൂലധനം കൊണ്ട് രൂപീകരിച്ച യങ് ഇന്ത്യ എന്നൊരു കമ്പനി രൂപീകരിച്ച് തട്ടിയെടുത്തു എന്നാണ് സുബ്രഹ്മണ്യസ്വാമി ആരോപിക്കുന്നത്. 2010 ഡിസംബർ 13 രാഹുൽ ഗാന്ധി യങ് ഇന്ത്യൻ കമ്പനിയുടെ ഡയറക്ടറായി നിയമിതനായി. അധികം വൈകാതെ 2011 ജനുവരിയിൽ സോണിയാഗാന്ധി ഡയറക്ടർ ബോർഡ് അംഗമായും സ്ഥാനമേറ്റെടുത്തു. യങ് ഇന്ത്യൻ കമ്പനിയുടെ 76% ഓഹരികളും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ് കൈവശം വെച്ചിരിക്കുന്നത്. 12% വീതം ഓഹരികൾ മോത്തിലാൽ വോറയ്ക്കും ഓസ്കാർ ഫെർണാണ്ടസിനുമുണ്ട്. ഈ ഏറ്റെടുക്കലിലൂടെ നാഷണൽ ഹെറാൾഡ്, ഗവാമി ആവാസ് എന്നീ പത്രങ്ങളും ദില്ലിയിലും ഉത്തർപ്രദേശിലുമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കളും രാഹുലിന്റെയും സോണിയയുടെയും കൈവശത്തിലായി എന്നും പരാതിയിൽ ആരോപിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെയും യങ് ഇന്ത്യൻ കമ്പനിയുടെയും ആദായനികുതി ഫയലുകൾ വീണ്ടും പരിശോധിക്കാനുള്ള ആദായനികുതി വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. KK രമ്യക്കെതിരെ കേസെടുക്കാൻ വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. P. ജയരാജനെ കൊലയാളിയെന്ന് വിളിച്ച് ആക്ഷേപിച്ചതിനെതിരെയാണ് കേസ്. കോടിയേരി ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലാണ് കോടതി ഉത്തരവ്. 50% VVPAT രസീതുകൾ എണ്ണണമെന്ന പ്രതിപക്ഷ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഈ മാസം 8 മാറ്റി. 50% എണ്ണാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദത്തിൽ പ്രതിപക്ഷത്തെ നേതാക്കൾ മറുപടി നൽകണം. വെള്ളിയാഴ്ചയ്ക്കകം മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാനും ഉത്തരവുണ്ട്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. തെരഞ്ഞെടുപ്പിലെ സുതാര്യത ഉറപ്പാക്കാൻ ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ VVPAT എണ്ണുന്ന നിലവിലെ രീതിയാണ് പ്രായോഗികമെന്നായിരുന്നു കമ്മീഷന്റെ വാദം. കോഴിക്കോട് നഗരത്തിൽ റോഡരികിൽ ട്രാൻസ്ജെൻഡറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ശങ്കുണ്ണി റോഡിൽ രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. നടക്കാവ് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ സ്വദേശി ഷാലുവാണ് മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. നഗരത്തിലെ ഇടുങ്ങിയ വഴിയിലാണ് മൃതദേഹം കിടന്നത്. നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി സ്ഥിരമായി ഒത്തുചേരാറുള്ള സ്ഥലം കൂടിയാണിത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ മറ്റംഗങ്ങളെ എത്തിച്ചാണ് പോലീസ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഇന്നലെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു രാവിലെ
തന്നെയാരോ ആക്രമിച്ചെന്ന പരാതിയുമായി ഇന്നലെ ഷാലു കോഴിക്കോട്ടെ ട്രാൻസ്ജെൻഡർ കൂട്ടായ്മയായ പുനർജനിയെ സമീപിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജമ്മുകാശ്മീരിലെ പുൽവാമ ജില്ലയിൽ സൈന്യവും ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 4 ലഷ്കർ-ഇ-തോയ്ബ ഭീകരർ കൊല്ലപ്പെട്ടു. വെടിവയ്പിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. സ്ഥലത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രാത്രി മുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംഘം പുൽവാമയിലെ ലാസിപുര മേഖലയിൽ തിരച്ചിൽ നടത്തിവരികയായിരുന്നു. ഇതിനിടെയാണ് സംഘത്തിന് നേരെ ഭീകരരുടെ വെടിവയ്പുണ്ടായത്. സംഭവസ്ഥലത്ത് നിന്ന് AK-47 ഉൾപ്പെടെയുള്ള തോക്കുകളും സ്ഫോടന വസ്തുക്കളും സൈന്യം കണ്ടെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത ചൂടും മൂലമുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വിശകലനത്തിൽ ഇന്നും വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. മധ്യവേനൽ അവധിക്കാലത്ത് സ്കൂളുകൾ നടത്തരുതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശവും പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ദിവസവും നിരവധി പേർക്ക് സൂര്യാതപം ഏറ്റിരുന്നു.